ടി.പി. സെൻകുമാർ കേസിൽ സംസ്ഥാന സർക്കാരിന് വൻ തിരിച്ചടി. സെൻകുമാറിന്റെ നിയമനത്തിൽ വ്യക്തത ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. കോടതി ചെലവായി സെൻകുമാറിന് 25,000 രൂപ നൽകാനും കോടതി ഉത്തരവിട്ടിരിക്കുന്നു. സെൻകുമാർ കേസിൽ വീണ്ടും വൻ തിരിച്ചടിയാണ് സർക്കാർ ഉണ്ടായിരിക്കുന്നത്. സവാദ് മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി. സവാദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. സായികുമാർ, സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വാദങ്ങളും പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്ന് സെൻകുമാറിന്റെ കണ്ടംപ്റ്റ് പെറ്റീഷൻ, അതായത് കോടതിയലക്ഷ്യ ഹർജിയായിരുന്നു സുപ്രീം കോടതി പരിഗണിച്ചിരുന്നത്. ഈ പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന് അല്പസമയം നൽകണം, ചില കാര്യങ്ങളിൽ വ്യക്തത ആവശ്യമുണ്ട് ഈ വിധി നടപ്പിലാക്കാൻ എന്ന കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ സമയത്താണ് കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പറഞ്ഞത്, ഇത്രയും കാലം, അതായത് സെൻകുമാറിന്റെ കേസിൽ നിരവധി ദിവസങ്ങളോളം വാദങ്ങൾ നടത്തിയിരുന്നു. ആ സമയത്തൊന്നും ഉന്നയിക്കാത്ത വാദങ്ങൾ പുതുതായ ഈ ഒരു വ്യക്തത ഹർജിയിൽ ഉന്നയിക്കുന്നത് ഈ വിധി നടപ്പിലാക്കുന്നത് തടയാൻ വേണ്ടി തന്നെയാണ് എന്ന ഒരു നിരീക്ഷണത്തിലാണ് കോടതി എത്തിയത്. അതിനടിസ്ഥാനത്തിലാണ് ഒരു വാദവും കേൾക്കാൻ തയ്യാറാവാതെ പൂർണ്ണമായും ുള്ള ഹർജി തള്ളാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. മാത്രമല്ല, ഈ ഹർജി സമർപ്പിച്ചതിന്റെ പേരിൽ വെറും തള്ളുക മാത്രമല്ല, അതിന് 25,000 രൂപ കോടതിയിൽ കേസിന്റെ ചെലവായിക്കൊണ്ട് അടക്കാനും ഉത്തരവിട്ടുകൊണ്ടാണ് ഇപ്പോൾ വ്യക്തത തേടിയുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ഒപ്പം തന്നെ സെൻകുമാർ നൽകിയിട്ടുള്ള കോടതിയലക്ഷ്യ ഹർജിയിൽ വാദം കേൾക്കാനും സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു. ചൊവ്വാഴ്ച ഈ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കും. അന്നായിരിക്കും ഈ വിധി ഇത്രയും കാലം വൈകിപ്പിച്ചതിന്റെ പേരിലുള്ള നടപടി എന്ത് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുക. ഒപ്പം തന്നെ കൃത്യമായ ചില മുന്നറിയിപ്പും കോടതി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. തങ്ങൾ വിധി പറഞ്ഞ കാര്യങ്ങൾ സുനിശ്ചിതമാണ്, വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. നടപ്പിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കോടതിക്ക് അറിയണമെന്ന കൃത്യമായ ഒരു മുന്നറിയിപ്പും ഇന്ന് ഈ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി നൽകുകയുണ്ടായി.